ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെറുതെ വീട്ടിലൊക്കെ ഇരുന്ന് സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങളൊന്ന് കുളം കാണാൻ പോകാൻ വിചാരിച്ചു. അങ്ങനെയാണ് എടയൂർ കുളം. വലിയൊരു കുളമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എടയൂർ കുളം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അത് പറഞ്ഞാൽ തീരില്ല. നമ്മൾ നേരിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. അതിൻ്റെ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു, അമ്പഴങ്ങി മാങ്ങി, പിന്നെ അതിലോട്ട് മസാലയും. വാട്ട കോമ്പിനേഷൻ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായയും പഴംപൊരിയും മുട്ട ബജിയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ തിരക്കേടില്ലാത്തൊരു ചായ അത്ര പറയാം. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളി മുട്ട ബജിയും പരിപ്പോടൊക്കെ ആയിരുന്നു. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ പറയണേ, അതാ നമ്മൾ വയനാട് എത്തിയല്ലോ എന്ന്. കുരങ്ങന്മാർ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വയനാടായി തോന്നുന്നുണ്ടോ? ആ കുട്ടീൻ്റെ ഓരോ കാഴ്ചപ്പാടുകളല്ലേ, നമുക്കൊന്നും പറയാനില്ല. ഇതിലേക്കുള്ള വാത കല്ലും മുള്ളും നിറഞ്ഞതാണല്ലോ, അതുകൊണ്ടായിരിക്കും. മലയാൽ ഫാം പാർക്കിലേക്കാണ് ഞങ്ങളിന്ന് പോണത്. പക്ഷേ ഈ വഴി കണ്ടാൽ അതൊരു പാർക്കിലേക്കുള്ള വഴിയാണെന്നൊന്നും തോന്നില്ല. ഇങ്ങനെ ഒരു വലിയൊരു പാർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട പോലും മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ പെർ ഹെഡ് 100 റുപ്പീസാണ് ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ്. അതൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടത് അടിപൊളി കാഴ്ചകളായിരുന്നു. ചെറിയ കുട്ടികളായിട്ട് വന്നാൽ പൈസ കൊടുത്തിന് മുതലാവും. അത്രക്ക് കളിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കാണാനുള്ളൊരു ആംബിയൻസും ഫോട്ടോ എടുക്കാനാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ സ്വിമ്മിങ് പൂളുണ്ട്. സ്വിമ്മിങ് പൂളിൻ്റെ ഒക്കെ ഒരു വൈബ് ഞങ്ങൾ പിന്നെ സ്വിമ്മിങ് പൂളിലൊന്നും കയറിയില്ല. ഞങ്ങൾ പിന്നെ കുളത്തിലൊക്കെ കളിച്ച് വന്നതായതുകൊണ്ട് ഞങ്ങൾ ഇതിനൊന്നും കയറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ ഇവരെ പണികൾ ഇല്ലാതെ കാണാതെ തിരഞ്ഞു നോക്കുമ്പോൾ ജിറാഫിൻ്റെ കൗത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ ഇല്ലെന്തു എവിടെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും തിരഞ്ഞ് നടക്കുമ്പോൾ കിടക്കുന്നൊരു ട്രെയിന് കയറി ഇറങ്ങി. ഇതെന്താ ഇങ്ങനെ തിരിഞ്ഞ് റിവേഴ്സ് തിരിക്കണവർക്കൊരു അന്തല്ലാണ്ടേക്കാരും. പിന്നെ വീണ്ടും സ്ലൈഡ് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ അടിച്ച് പൊളിച്ചതിന്. പിന്നെ ഒരു ഹൈ റേഞ്ച് വ്യൂ ഉണ്ടായിരുന്നു. വലിയൊരു ടവർ പോലെ ഒരു സംഭവത്തിൽ ഇങ്ങനെ കയറി വന്നിട്ട് നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. നല്ല തണുത്തൊരു ചാറ്റൽ മഴയൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിരുന്നു അപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങളെ കളിയും പിടിയൊക്കെ കഴിഞ്ഞ് പോയപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പിടിച്ചൊക്കെ